ബംഗാളി നടിയുടെ ആരോപണത്തിലെ ഒരു ഭാഗം നുണയായിരുന്നുവെന്ന് രഞ്ജിത്ത്. താൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ രഞ്ജിത്താണ്. എനിക്കെതിരെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തു അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പം മാറുന്നതല്ല. എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് നുണയായിരുന്നു. അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നും ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ രാജ്യപ്രഖ്യാപനത്തിന് രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി രഞ്ജിത്ത് ഇത്തരമൊരു ശബ്ദശകലവുമായി രംഗത്ത് വന്നിരിക്കുന്നതിൽ ഒരു ഭാഗം പറഞ്ഞതിൽ കള്ളമായിരുന്നു, നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചത്? സുരേഷ്, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ശേഷം ഒരു സംഘം ആളുകൾ നടത്തിയ ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ബംഗാളി നടിയുടെ പ്രതികരണം ആരോപണം എന്നുള്ളതാണ് രഞ്ജിത്ത് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, നടിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഭാഗം നുണയാണ് എന്നും പരസ്പര വിരുദ്ധമായ പ്രസ്താവനയാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നും രഞ്ജിത്ത് പറയുന്നുണ്ട്. താൻ ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവും, ലോകം സത്യം അറിയണം എന്നുള്ളതും രഞ്ജിത്ത് വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPM-നും സർക്കാരിനുമെതിരായ വലതുപക്ഷക്കാരും മാധ്യമങ്ങളും ചെളിവാരി എറിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിലൊന്ന് തന്റെ പേരിലാണ് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത്. സത്യമറിയാതെയാണ് ഈ ആക്രമണം. ഞാൻ എന്ന വ്യക്തി കാരണം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കരുത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയാണ് എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ രഞ്ജിത്ത് പ്രധാനമായും പറയുന്നത്. ഏതായാലും രഞ്ജിത്തിന്റെ പ്രതികരണങ്ങൾ തേടുന്നതിന് വേണ്ടി മാധ്യമങ്ങളും മറ്റുമൊക്കെ നേരത്തെ ശ്രമിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം രഞ്ജിത്ത് പങ്കുവച്ചിരിക്കുന്നത്. സർക്കാരിനെയും CPM-നെയും സംരക്ഷിക്കുന്ന ഒരു പ്രതികരണം, ഒപ്പം തന്നെ തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, തനിക്കെതിരെയുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെയൊക്കെ കാര്യം. ചെയർമാൻ ആയതിനു ശേഷം വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയും തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി പല ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത്. അത്തരത്തിലുള്ള ന്യായീകരണ നീക്കവുമായിട്ടാണ് സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.